ഹായ് ഗായ്സ് വെൽക്കം ടു ദ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂനീസ് ഡിസൂസ എഴുതിയ അഡ്വൈസ് ടു വുമൺ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതിന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഓതറിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ആണ്. യൂനീസ് ഡിസൂസ ബോൺ ഇൻ പൂനെ, എ സിറ്റി ഇൻ മഹാരാഷ്ട്ര ഇൻ 1940. അവർ ജനിച്ചത് പൂനെയിലാണ്, എ സിറ്റി ഇൻ മഹാരാഷ്ട്ര ഇൻ 1940. അവർ 1940 മഹാരാഷ്ട്രയിലുള്ള പൂനെ എന്ന സ്ഥലത്താണ് ജനിച്ചത്. എഡ്യൂക്കേറ്റഡ് ഇൻ ബോംബെ ആൻഡ് USA. അവർ വിദ്യാഭ്യാസം നേടിയത് ബോംബെയിലാണ്, അതുപോലെ USA-യിലുമാണ്. യൂനീസ് ഡിസൂസ വാസ് എൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോയറ്റ്, ലിറ്റററി ക്രിട്ടിക് ആൻഡ് നോവലിസ്റ്റ്. ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ Women in Dutch Painting, Ways of Belonging, Selected and New Poems, etc. അടുത്തത് നമുക്ക് സമ്മറി നോക്കാം. അതിന് മുന്നായിട്ട് കവിതയൊന്ന് വായിക്കാം. അഡ്വൈസ് ടു വുമൺ ബൈ യൂനീസ് ഡിസൂസ. കീപ് കാറ്റ്സ് ഇഫ് യു വാണ്ട് ടു ലേൺ ടു കോപ്പ് വിത്ത് ദ അദർനെസ് ഓഫ് ലവേഴ്സ്. Otherness is not always neglect. Cats return to their little trays when they need to. Don't cuss out of the window at their enemies that stare of perpetual surprise. In those great green eyes will teach you to die alone. അഡ്വൈസ് ടു വിമൻ എന്ന കവിത പ്രധാനമായും നമ്മുടെ പുരുഷാധിപത്യ സമൂഹത്തിലെ ലേഡീസിൻ്റെ അവസ്ഥയാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. പോയറ്റ് അവരുടെ അഡ്വൈസ് ടു വുമൺ എന്ന പോയത്തിലൂടെ മറ്റുള്ളവരിൽ നിന്ന് സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ കവി പൂച്ചകളെപ്പറ്റി പറയുന്നു. എഴുത്തുകാരി സ്ത്രീകളോട് പെറ്റായിട്ട് പൂച്ചയെ വളർത്താൻ നിർദ്ദേശിക്കുന്നു. കാരണം കാറ്റ്സ് സ്വയം പ്രാധാന്യവും ശ്രദ്ധയും നൽകുന്ന മൃഗമാണ്. കാറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ബൗണ്ടറീസ് ഒന്നും തന്നെയില്ല. അവരെല്ലാം തന്നെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. കാറ്റ്സിനെ പോലെ എല്ലാം ആസ്വദിച്ച് ജീവിക്കാനാണ് കവി ലേഡീസിനോട് പറയുന്നത്. കവിയത്രി സ്ത്രീകളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം സ്ത്രീകളുടെ പെരുമാറ്റവും കാമുകനോടുള്ള മനോഭാവവും പൂച്ചയെപ്പോലെ ആയിരിക്കണം എന്നാണ്. അപരത്വത്തെ നേരിടാൻ സ്ത്രീകൾക്ക് പൂച്ചയെപ്പോലെ ക്ഷമ ഉണ്ടായിരിക്കണം എന്ന് കവിയത്രി പറയുന്നു. ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ അതിജീവിക്കാൻ സ്ത്രീകൾ ക്ഷമയോടെ ഇരിക്കണം. കാമുകൻ്റെ അപരത്വം സഹിക്കാൻ സ്ത്രീകളെ ഉപദേശിക്കുകയാണ് കവി. പ്രണയിക്കുന്നവരുടെ അപരത്വം എല്ലായ്പ്പോഴും അവഗണനയായി വ്യാഖ്യാനിക്കരുതെന്ന് സ്പീക്കർ പറയുന്നു. പൂച്ചകൾ എല്ലായ്പ്പോഴും അവരുടെ ഉടമകളെ അവഗണിക്കാറില്ല. വിശക്കുമ്പോൾ അവർ എപ്പോഴും അവരുടെ ലിറ്റിൽ ട്രേയിലേക്ക് പോകും. പൂച്ചകൾ പുരുഷന്മാരെ പോലെ തന്നെ സ്വാർത്ഥ ജീവിയായി അറിയപ്പെടുന്നു. അതിനാൽ അവർ എപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ നോക്കുന്നു. കാറ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യജമാനനെ പരിഗണിക്കൂ. അതുപോലെ കാമുകന്മാർ അവർക്ക് ആവശ്യമുള്ളപ്പോഴാണ് സ്ത്രീകളിലേക്ക് മടങ്ങിവരുന്നത്. ഈ താരതമ്യത്തിന് ശേഷം പോയറ്റ് സ്ത്രീക്ക് മറ്റൊരു ഉപദേശം നൽകുന്നു. ജനാലയിലൂടെ ശത്രുക്കളെ ശപിക്കുകയോ ശകാരിക്കുകയോ ചെയ്യരുത്. ഇവിടെ എനിമി എന്ന വാക്ക് അവരുടെ മുൻ കാമുകന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. മുൻ കാമുകന്മാരെ ശപിക്കുന്നതിന് പകരം സ്ത്രീകളോട് ഒരു പൂച്ചയെപ്പോലെ ശാന്തമായി പെരുമാറാൻ കവയിത്രി ആവശ്യപ്പെടുന്നു. കാറ്റ്സിൻ്റെ പച്ചക്കണ്ണുകൾ ഒരു പ്രതീകാത്മക ചിത്രമാണ്. ഇത് പുരുഷനുമായി താരതമ്യം ചെയ്യുന്നു. കണ്ണിൻ്റെ തുറിച്ചുള്ള നോട്ടം ഒരാളെ ഒറ്റയ്ക്ക് മരിക്കാൻ പഠിപ്പിക്കുമെന്ന് പ്രസ്താവിക്കുന്നു.